ഓടിക്കുന്ന ആൾക്കും ഇരിക്കുന്ന ആൾക്കും എല്ലാവർക്കും മനസ്സിലാവും. മുട്ടം വിറ്റൊക്കെ കണ്ടോ പണിതിട്ടാകെ എന്നിട്ട് ഇപ്പോഴേ പൊളിഞ്ഞ എന്താണ് ഇത് മറ്റേ മാവീരം പടത്തിലെ സീനാണ്. ഇവർ ചുമ്മാ എഴുതി വെച്ചേക്കണല്ലോ കേട്ടോ, എല്ലായിടത്തും കറക്റ്റായിട്ട് ഫ്ലാറ്റ് 50 ഫ്ലാറ്റ് 70 ഉണ്ട്. ഇതേ വരുന്നു മട്ടൺ ബോട്ടി ക്ലീൻ ചെയ്തേക്കണം. നോക്കിക്കേ എന്താ അടിപൊളിയായിട്ടാണെന്ന്. പിന്നെ അപ്പം ക്യാബേജ് തപ്പി ഇറങ്ങുന്നതാണ് കിംച്ചി ഉണ്ടാക്കാൻ. കൊച്ചി ഫോറമോളിലെ ഷോപ്പിങ്ങിൻ്റെ ഞങ്ങളുടെ ഡീറ്റെയിൽ എക്സ്പീരിയൻസ് ആണ് ഈ വീഡിയോ. ബേസ്മെൻറ്റിലോ പാർക്കിംഗ് 1-ലോ പാർക്കിംഗ് ഫുള്ളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മോഷൻ സിക്നസ് ഉള്ള ഒരാൾ അതിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ അനുഭവിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. എൻ്റെ വൈഫ് അനുഭവം മോഷൻ സിക്നസ് ഉള്ള ഒരാളാണ്. എനിക്ക് അത്ര മോഷൻ സിക്നസ് ഇല്ല, എന്നിട്ട് കൂടി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കണ്ടോട്ടാ മൂളത്തെത്രണെങ്കിൽ എത്ര നേരം എടുക്കും. വണ്ടി ഓടിക്കാൻ അറിയാത്തവരെന്ത് ചെയ്യും? തീരൂല എത്ര നേരം പറയാം. പണ്ടാരം വെറുത്ത് പണ്ടാടും മനുഷ്യന്. എനിക്ക് ഫസ്റ്റ് ഡേ തന്നെ തലക്കൂരാൻ ഇതേണ്ട ഞാൻ പറഞ്ഞു ഇല്ലെന്നേ. അതല്ലേ ഇല്ലെന്ന് ഞാനതല്ലേ പറഞ്ഞു. നിങ്ങളോട് പറഞ്ഞപ്പോ നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലേ? ഇപ്പൊ മനസ്സിലായ ഞാൻ പ്രാന്ത് പിടിച്ചു പോയതാ. ഇവിടെ എത്തിയപ്പോ ഞാൻ എത്തിയെന്ന് വിചാരിച്ചു, എത്തിയിട്ടില്ല. അതല്ലേ ട്വിസ്റ്റ്. ഞാനതല്ലേ പറഞ്ഞു ഇവിടെ ഭയങ്കര ഇത് ഉണ്ടാക്കി വെച്ചാൽ ഏത് മരം കൊണ്ടുവരാന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചു. അത്രയും വെറുപ്പിക്കലാണ് ഇത് സാധനം. ഇവിടെ എത്തിയപ്പോഴും ഇല്ല. അതല്ലേ അതേ പറഞ്ഞ പട്ട് പിടിക്കും മനുഷ്യര്. ഓടിക്കുന്ന ആൾക്കും ഇരിക്കുന്ന ആൾക്കും എല്ലാവർക്കും മനസ്സിലാവും. ഇല്ല അതെ നിന്നോട് ഞാൻ വെറുതെ പറഞ്ഞാ നീ വിചാരിച്ചേ. ഇപ്പൊ എങ്ങനെയുണ്ട് ഒരു പാർക്കിംഗ് സ്പേസ് കവർ ചെയ്യാൻ എത്ര എടുത്തു? മനസ്സിലായ ബുദ്ധിമുട്ട് എന്താന്നുള്ളത്? ഞാനിത് പറഞ്ഞപ്പോ ചില കൊണാപ്പികൾ വന്നിട്ട് മറ്റേ കമന്റിലെടുത്ത് ചലച്ച് ഇവിടെ വന്ന് വണ്ടി ഓടിച്ചപ്പോ മനസ്സിലാവും. അപ്പൊ വാള് വെക്കാൻ പറ്റും. സത്യമായിട്ട് പറയണ ഇത് മാത്രമല്ല എനിക്ക് ഇവിടെ ഇഷ്ടപ്പെടാത്ത ഒരൊറ്റൊരു കാര്യം. പിന്നെ അതേ ആ ലിഫ്റ്റിനകത്ത് ഉണ്ടാക്കി വെച്ചേക്കണ കോപ്രായം. അതായത് ഇവിടെ P1 P2 എന്നൊക്കെ എഴുതിയിട്ട് ലിഫ്റ്റിൽ വേറെ എഴുതി വെച്ചേക്കണം. ഒന്നും മനസ്സിലാവില്ല. അത് തിരുത്തിയെങ്കിൽ കൊള്ളാം. ഇത് രണ്ടും ഒഴിച്ച് ബാക്കി എല്ലാം കൊണ്ട് ഫോർമോള് കൊള്ളാം. മുട്ടം വിറ്റൊക്കെ കണ്ടോ പണിതിട്ടാകെ എന്നിട്ട് ഇപ്പോഴേ പൊളിഞ്ഞ എന്താണ് ഇത് മറ്റേ മാവീരം പടത്തിലെ സീനാണ്. ഇത് ഏത് ഫ്ലോറാന്ന് നോക്കി വെച്ചോ, അല്ലെങ്കിൽ പണി പാളും. PL1 PL2 ഫൺ സിറ്റി. ഇവിടെ ഗെയിമിംഗ് അറീന തുടങ്ങിയിട്ടുണ്ട്. തിയേറ്റർ ഓപ്പൺ ആയിട്ടില്ല, ഇതിൻ്റെ മുകളിലാണ് കേട്ടോ. മാരിയറ്റിൻ്റെ ഹോട്ടലും ഓപ്പൺ ആയിട്ടുണ്ട് അവിടെ. അത് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് മറ്റേ ട്രിബ്യൂട്ട് പോർട്ട്ഫോളിയോ പോലത്തെ സാധനം തന്നെയാണ്. എവിടെ എഴുതിയിട്ടുണ്ടാ അവിടെ തന്നെ ഈ ഫ്ലോറിൽ തന്നെയാണ് എന്താണ് PVR. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഇതിൻ്റെ മുകളിൽ ഇതാ കാണുന്ന വശത്താണ്. ഇവിടെയാണ് PVR വരുന്നത്. ഞാൻ ഈ നിൽക്കണതിൻ്റെ ഈ മുകളിലായിട്ട്. അടിയിൽ ലുലു ഡെയിലി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ചെയ്തേക്കാം. ഇന്ന് പോകുന്നുണ്ട്, ചെറിയ രീതിയിൽ കാണിക്കാം. പിന്നെ ഇവിടെ ഇത്ര സാധനങ്ങളുണ്ട്. സ്റ്റോപ്പൊക്കെ UG-യിലാണ്. 1F-ൽ ഇത്ര സാധനങ്ങൾ. ഇപ്പോൾ ഈ ഞാൻ നിൽക്കുന്ന ഫ്ലോറിലാണ് ഫുഡ് കോർട്ടും മറ്റേ ഫുഡ് കോർട്ട് അപ്പുറത്തുണ്ടാകും. ഇതാണ് ഫുഡ് കോർട്ട്, കാണിച്ചു തരാം. ഞാൻ ഇവരോട് എല്ലാവരോടും വീട്ടിൽ ചെന്നിട്ട് ഇത് പറഞ്ഞപ്പോൾ ആരും കാര്യമായിട്ട് എടുത്തില്ല കേട്ടോ. ഇപ്പം മനസ്സിലായില്ലേ? പക്ഷെ ആ ഒരു സംഭവം ഒഴികെ ഇവിടെ എന്താണ് മോള് അടിപൊളിയുണ്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. സോച്ചിൽ റെഡ് ഡോട്ട് സെയിൽ 50% ഓഫ്. അവിടെ 80% ഓഫ് ആയിരുന്നില്ലേ? നമ്മൾ പോയ സമയത്ത് 80% ഓഫ് ആയിരുന്നു. എനിക്ക് ആ കോൺസെപ്റ്റ് ഇവിടെ മനസ്സിലായിട്ടില്ല. ഇവിടെയൊക്കെ 50%, അവിടെയൊക്കെ 80-90% ആണ്. ഇത് അവിടെയാണ് PVR വരുന്നത്. ഇവിടെ PXL-ഉം ലക്സും ആണ് ഉള്ളത് കേട്ടോ. IMAX ഇല്ല. ഇത് ഭയങ്കര വലിയ ഡിസപ്പോയിൻമെൻ്റ് ആണ് IMAX ഇല്ലാത്ത കേട്ടോ. കൊച്ചിയിലാണ് IMAX വേണ്ടത്. ഇടുക്കാച്ചി ഫുഡ് കോർട്ടാണ്. കഴിഞ്ഞ ദിവസം ഞാൻ വരുമ്പോൾ പണി ഏകദേശം തീരണേ ഉണ്ടായിരുന്നുള്ളൂ.
ഞങ്ങൾക്കാണ് നല്ല വിശപ്പുണ്ട്. എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെങ്കിൽ അത് നല്ല എന്തെങ്കിലും കണ്ടിഷ്ടപ്പെട്ട മേടിച്ച് കഴിക്കാട്ടെ. ഫലൂഡ നേഷൻ, ടാക്കോബെൽ, സ്മോക്ക് മർഹബ. സ്മോക്ക് ഇതെന്തോ സിസ്ലർ ടൈപ്പ് സാധനങ്ങൾ കിട്ടണ ഇടയെന്നോ. ഇവിടെ നമ്മുടെ തായ്ലൻഡിലെ പോലെ സാമ്പിൾ വെച്ചിട്ടുണ്ട്. അത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട്. ഇത് മർഹബ എന്ന് പറഞ്ഞ കടയുണ്ട, കൊള്ളാം. ഊട്ടുപുര, വാവ് മോമോ വൈ ചൈന. നമ്മുടെ ഹൈദരാബാദുള്ള ടീമാണ് നാഗാസ്. ആന്ധ്ര ഫുഡ് ഉണ്ട്. ഉണ്ട്. ഞങ്ങൾ ലുലുവിലുള്ള നാഗാസിൻ്റെ ഔട്ട്ലെറ്റിൽ പോയിട്ടുണ്ട്. എല്ലാം ഹരിയാലി ടൈപ്പ് റൈസാണെന്ന് തോന്നുന്നത്. ഇതാണ് മെനു കേട്ടോ. പഞ്ചാബ് ഗ്രില്ല് സ്ട്രീറ്റ് ഫുഡ്സ്, ഏഷ്യ 7, ഡോമിനോസ് ചിക്കിങ് പിസ്സ കേട്ടോ. ഇത് കൊള്ളാല, 3 ഒന്നിച്ച് കാണാൻ. പിന്നെ ഇത് ഞാനിപ്പോൾ മറ്റേ ഇതും കാണിച്ചു തന്നു. KFC ഉണ്ട് അവിടെ, ബർഗർ കിങ്, മക്ഡൊണാൾഡ്സ്. ഇങ്ങനെ വേറൊരിടത്തും കണ്ടിട്ടുണ്ടാവില്ലേ, എല്ലാം കൂടി നിരനിരയായിട്ട് നിൽക്കുന്നത്. പൊതുവെ എപ്പോഴും വേറെ വേറെ ഫ്ലോറുകളിലോ 2 അറ്റത്തൊക്കെ ആയിരിക്കും. ഇവിടെ അങ്ങനെയല്ല, ഒറ്റ ഒരു ട്രെയിൻ പോലെ എല്ലാ മെയിൻ ഔട്ട്ലെറ്റുകളും. കിടിലം പാനലാണ്, LED പാനൽ വെച്ചേക്കണത്. അന്യ സൈസ്. മക്ഡൊണാൾഡ്സ്, ബർഗർ കിങ്, KFC എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. ബാസ്കിൻ റോബിൻസ് ഇതേ അവിടെ. എൻ്റെ അടുത്ത് കുറേ പേര് മെസ്സേജ് അയച്ച റെസ്റ്റോറൻറ്റ് ഉണ്ട് ഇവിടെ. ഇതൊരു ജാപ്പനീസ് റെസ്റ്റോറൻ്റാണ്, യൂമി എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഇവിടെ റാമനൊക്കെ കിട്ടുമെന്നാണ് കേട്ടത്. കൊച്ചിയിലെ ആദ്യത്തെ ജാപ്പനീസ് റെസ്റ്റോറൻ്റ് ഉണ്ട് ബൈ ദ വേ, ഒഫീഷ്യൽ ജാപ്പനീസ് റെസ്റ്റോറൻറ്റ്. ഇതെന്താ സംഭവം മനസ്സിലായോ? കൊച്ചിയിലെ ആദ്യത്തെ ഒഫീഷ്യൽ ജാപ്പനീസ് റെസ്റ്റോറൻറ്റ്. ആക്ച്വലി ഒഫീഷ്യൽ ജാപ്പനീസ് റെസ്റ്റോറൻറ്റ് ഇവർക്ക് മുന്നേ ഒരാളുണ്ടായിരുന്നു, ഏഷ്യൻ കിച്ചൺ ബൈ ടോക്കിയോ ബേ. അതിന് ശേഷം ഇവരാണ്ട. ശരി, അപ്പോൾ സെക്കൻഡാണ്. ആനിമേ മെനു ആണല്ലോ. ഇവർ ഡൽഹി, ബാംഗ്ലൂർ, മുംബൈ, പൂനെയിലുണ്ട്. ഓക്കെ. സഷീമി, സഷീമിക്ക് ഉണ്ടല്ലോ. സുഷി, പെൻസുമ്, ബാവോസ്, സൂപ്പ്, ടൊമ്യം സൂപ്പ്. ഇത് പ്രീമിയം റെസ്റ്റോറൻറ്റ്, പ്രീമിയം പ്രൈസിങ് കണ്ടാ. റാമൻ, റാമൻ നമ്മുടെ അതേ ലിറ്റിൽ സോയിലൊക്കെ ഉള്ള അതേ റേറ്റ് ഒക്കെ തന്നെയാണ്. അതറിയില്ല, കഴിച്ചാലല്ലേ അറിയുള്ളൂ. ഇത് കാണുമ്പോഴാണ് ശരിക്കും പിടിക്കാതെ വരുന്നത്. ലൈം വാട്ടർ 175 റുപ്പീസ്, മിനറൽ വാട്ടർ 220. ഇത് കാണുമ്പോഴാണ് നമുക്ക് എന്താ പറയുക, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കയറാതെ ഇരിക്കാൻ തോന്നിപ്പോണത്. റാമനും കുഴപ്പമൊന്നുമില്ല റേറ്റ് ഒന്നും, പക്ഷേ ഡ്രിങ്ക്സിൻ്റെ റേറ്റ് എൻ്റെ അഭിപ്രായത്തിൽ വളരെ ശോഭമാണ്. നൂഡിൽസ് ആൻഡ് റൈസൊക്കെ ഒന്നും കുഴപ്പമൊന്നുമില്ല, റേറ്റൊക്കെ കുഴപ്പമില്ല തോന്നുന്നു. പോർക്ക് ഐറ്റം വല്ലതും ഉണ്ടോ? പോർക്ക് ഐറ്റംസ് ഒന്നുമില്ലേ? അല്ല, ബീഫില്ലേ? വാട്ടർ ബഫല്ലോ റാമൻ ഒരെണ്ണം ഉണ്ട്. പോർക്കില്ലാത്ത ജാപ്പനീസ് റെസ്റ്റോറൻറ്റാ. ഉണ്ട് കേട്ടോ, പോർക്കുണ്ട്. ഞാൻ വിചാരിച്ചു ജാപ്പനീസ് റെസ്റ്റോറൻറ്റ് പോർക്കില്ലായിരുന്നു. പോർക്ക് ബെല്ലി. പോർക്ക് റാമൻ ഇല്ല, പക്ഷേ സാൽമൺ റാമൻ ഉണ്ട്. അതുപോലെ വാട്ടർ ബഫല്ലോ ടെൻഡർലൈനിൻ്റെ റാമനുണ്ട്. ചിക്കൻ ഓബിയസ്ലി ഉണ്ട്. പിന്നെ സീ ഫുഡ് ചേർന്നിട്ടുള്ള റാമനുണ്ട് വേറെ, ഗ്രിൽഡ് ചിക്കൻ ആൻഡ് സീ ഫുഡ്. വീണ്ടും ഡിസപ്പോയിൻമെൻറ്റ്, ഇത് അവൈലബിൾ അല്ലായിരുന്നു. നമുക്ക് ഇതാണ് കഴിച്ചു പോകണം. എനിക്ക് ചിക്കൻ റാമൻ വലിയ താല്പര്യമില്ല. ഓക്കെ. ഇത് രണ്ടും അവൈലബിൾ അല്ല. തൈമാനസും ഇതും അവൈലബിൾ അല്ലായിരുന്നു. അതുള്ള ദിവസം വരാം. റാമൻ ചിക്കനിൽ കഴിക്കാൻ എനിക്ക് മൈൻഡില്ല. അതായത് പോർക്കാണ് വേണ്ടത്. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഒരു സജഷൻ കൊടുത്തു അവരോട്, പോർക്ക് റാമൻ കൊണ്ടുവരാൻ പറഞ്ഞു. എന്തായാലും പോർക്ക് ഡിഷസ് ഉണ്ട് അവിടെ, അപ്പം എന്നാൽ പോർക്ക് റാമൻ കൊണ്ടുവരണ്ടേ. കാരണം ജാപ്പനീസ് ക്യൂസീനിലെ മെയിൻ ഇമ്പോർട്ടൻറ്റ് സാധനമാണ് പോർക്ക് ചാസു എന്ന് പറയുന്നത്, അതായത് പോർക്ക് ബെല്ലി വെച്ചിട്ടുള്ള റാമൻ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ആ സ്മോക്ക് എന്ന് പറഞ്ഞ കടയിൽ ഒന്ന് കയറി നോക്കട്ടെ. അനുഭവിക്ക് അതാണ് കൂടുതൽ ഇഷ്ടമായെന്ന് പറഞ്ഞു.
റാമൻ നമ്മൾ പോർക്കുള്ള ദിവസം അല്ലെങ്കിൽ ആ ബഫലോ റാമനുള്ള ദിവസം വന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് ഇവിടെ നിന്ന് കഴിക്കാം. ഇവിടെ എന്താ ഉള്ളത് നോക്കട്ടെ. ഇതാണ് ഇവിടുത്തെ മെയിൻ മീറ്റ് മെനു കേട്ടോ. ഈ മീറ്റ് ലവർ സിസ്റ്ററാണ് ബീഫ് കാണുന്നത്. ഇതിനകത്താകുമ്പോൾ ചിക്കനും ബീഫ് ഫിഷ് എല്ലാം ഉണ്ടാവും. കണ്ടിട്ട് കൊള്ളാം. പിന്നെ ഉള്ളത് ഇതാണ് കേട്ടോ, ചിക്കൻ സ്റ്റിക് സിസ്റ്റർ, മിക്സ് സോസ് പാസ്ത സിസ്റ്റർ, പാസ്ത ആൻഡ് മാക്ക് ആൻഡ് ചീസ്. അപ്പം ഞങ്ങൾ ഇത് ഒരെണ്ണം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ഒരു ന്യൂയോർക്ക് ബീഫ് സ്റ്റേക്ക് സിസ്റ്റർ വിത്ത് നൂഡിൽസ് ഉണ്ടാവും. ഒന്നെങ്കിൽ റൈസ് അല്ലെങ്കിൽ നൂഡിൽസ് ഓർഡർ ചെയ്യും. ഒന്നെങ്കിൽ നൂഡിൽസ് ഓർഡർ ചെയ്യും, ഒന്നെങ്കിൽ ഈ റൈസ് അല്ലെങ്കിൽ ഈ നൂഡിൽസ്. അപ്പോൾ നൂഡിൽസ് ഓർഡർ. അപ്പോൾ 5 to 10 minutes എടുക്കുമെന്ന് പറഞ്ഞു. ഇതാണ് അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്ത കട കേട്ടോ, സ്മോക്ക്. അപ്പം ഞങ്ങളിവിടെ കുത്തിയിരിക്കുക. ഈ കാണുന്ന സ്റ്റെയർ വഴി കയറി അറ്റത്തേക്ക് പോകുമ്പോഴാണ് PVR. അത് ഫോറം മോളിലെ വിലയാണ്, PVR ഇനോഗ്രേറ്റ് ചെയ്തിട്ടില്ല. അപ്പം അനുഭവം മേടിക്കാൻ വെക്കണേട്ടാ, സാധനം കിട്ടിയെന്ന് തോന്നണം. ഇതേ വരുന്നു, കണ്ടിട്ട് കൊള്ളാം. ഇതെനിക്ക് തോന്നുന്നു അവർ നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കണേന്ന് തോന്നാണ് അല്ലേ, നൂഡിൽസ്. ആ, ബട്ടർ വെജീസാണോ നോർമൽ വെജീസാണോ? നോർമൽ, ബട്ടർ ഇല്ല. ഞാൻ പൊട്ടറ്റോ വെജസ് ഒന്ന് കഴിച്ചു പോട്ടേട്ടാ. ചൂടുണ്ടോ? ആ, അത്യാവശ്യം ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. പൊട്ടറ്റോ വെജസ് കുഴപ്പമില്ല. ഇത് നോക്കട്ടേട്ടാ, സ്റ്റേക്ക് എങ്ങനെയാണെന്ന് പറയാം. മെയിൻ സാധനമല്ല, അല്ല സോറി, എങ്ങനെ നൂഡിൽസ് ഒന്ന് കഴിച്ചു പോലെ. നൂഡിൽസ് വല്ലാത്തൊരു ടേസ്റ്റ്. റൈസ് പറഞ്ഞാൽ മതിയായിരുന്നോ? കുഴപ്പമില്ല, ഞാൻ അത്ര പരിചയമില്ലാത്തൊരു ടൈപ്പ് ടേസ്റ്റ്. അതാണെങ്കിൽ മനസ്സിലായില്ല. ബീഫ് നോട്ടേട്ടാ, എന്തെന്നും മനസ്സിലായി. കുഴപ്പമില്ല, എനിക്കറിയില്ല. നമ്മൾ മറ്റേ സ്ലോ കുക്ക്ഡ് മീറ്റ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ വേറെ നല്ല നല്ല കുറേ എന്താ പറയുക കുറച്ച് പ്രീമിയം സ്റ്റേക്ക് കഴിച്ചുകൊണ്ടാകുന്നുണ്ട്. ഇത് ഓക്കെ ഫീൽ എനിക്ക് കിട്ടുന്നത്. കുഴപ്പമില്ല, അത്ര സാറ്റിസ്ഫൈഡ് അല്ലെന്ന് തോന്നണല്ലേ ഫേസ്. ഞാനിവിടെ പറഞ്ഞായിരുന്നു 2 സ്റ്റേക്ക് മേടിക്കണം. ആദ്യം ഒരെണ്ണം മേടിച്ചു നോക്കി, കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടിട്ട് പറയാമെന്ന്. എന്തു തോന്നി? നമുക്കങ്ങനെ പരിചയമില്ലാത്തൊരു ടേസ്റ്റ് അല്ലേ ഫീൽ ചെയ്യണേ. നമ്മുടെ മസാല നമുക്ക് ഒട്ടും പരിചയമില്ലാത്തൊരു മസാല. ഇഷ്ടപ്പെട്ടോ നൂഡിൽസ് എനിക്ക്? ഭയങ്കര കട്ടിയല്ലേ? മുറിച്ചേക്കണ രീതിൻ്റെ കുഴപ്പമൊന്നും തോന്നണം. ഒരു മീറ്റ് കട്ട് ചെയ്തേക്കണതിൻ്റെ കുഴപ്പമൊന്നും ഉണ്ട്. എന്ത് തോന്നി? തുറന്നു പറഞ്ഞു, ഒന്നും നോക്കണ്ട. ആ, എന്തൊരു ആർട്ടിഫിഷ്യാലിറ്റി പോലെ ഫീൽ ചെയ്യണ് അല്ലേ? എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. നീ എന്നാ മണത്ത് നോക്കുന്നത്? ആ, അതാണ് എനിക്കും അതാണ്. എന്തോ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല. അതാണ് ഞാനും നിന്നോട് ചോദിച്ചത്. ഇനി എനിക്ക് മാത്രമുള്ള പ്രശ്നമാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചത്. ചിലപ്പോൾ നമ്മുടെ ടേസ്റ്റ് ബഡ്സിന് പറ്റിയ ഒരു സാധനം ഇല്ലാത്തതുകൊണ്ടായിരിക്കും കേട്ടോ.
ഒരു നോർമൽ ക്യാബേജ് ഇട്ടേക്കണം. ഈ ക്യാബേജിനൊരു വേറൊരു മണല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല സത്യം പറഞ്ഞ. ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ്. റാമൻ കഴിച്ചാൽ മതിയായിരുന്നു തോന്നുന്നുണ്ട് ഇപ്പം. ഇതിലെ ബീഫ് ഭയങ്കര ചൂയാണ്. നൂഡിൽസും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. മോശമാണ് അങ്ങനെയല്ല, അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അത്രേ ഉള്ളൂ. ഈ ടേസ്റ്റ് എനിക്ക് പിടിച്ചില്ല. സത്യം പറയാലോ, പൈസ കൊടുത്ത് പോയതുകൊണ്ടും 600 രൂപയുടെ സാധനമാണ്. ഫുഡ് വേസ്റ്റ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് കഴിക്കണേ കേട്ടോ അല്ലേ. ഞങ്ങൾക്കിത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതിനിപ്പോൾ എന്നോട് ആദ്യം 2 സ്റ്റേക്ക് മേടിക്കാമെന്ന് പറഞ്ഞത്. നന്നായില്ല മേടിക്കാനത്. ഞങ്ങൾക്ക് നിങ്ങൾ വന്ന് എന്തായാലും കഴിച്ചു നോക്കട്ടോ. ഞങ്ങളുടെ അഭിപ്രായം എടുക്കണമെന്നൊന്നുമില്ല, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളൂ. ഞങ്ങൾക്ക് പറ്റിയൊരു ടേസ്റ്റ് അല്ല, ഞങ്ങൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഫുഡ് കളയില്ല നമ്മൾ, അതുകൊണ്ട് കഴിക്കണേന്ന്. അല്ലാത്തപ്പോൾ വട്ട വെജീസൊക്കെ ഫുള്ള് പഠിച്ച് തിങ്ങനെ ആളാണ്. തൊട്ടിട്ടില്ല കേട്ടോ, അവർക്ക് ഒട്ടും പിടിച്ചില്ല. പിന്നെ എനിക്ക് ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ മനസ്സിലാത്തൊന്ന് കന്നുകൊണ്ടിരിക്കുകയാണ്. പൊതുവെ നിങ്ങൾക്ക് അറിയാവുന്ന ഞാൻ എങ്ങനെ ഫുഡ് ഫിനിഷ് ചെയ്യുന്ന ആളാണ്. ഇതെന്നെ കൊണ്ട് പറ്റൂല, മതിയായി. ഈ ക്യാബേജ് എനിക്ക് തീരെ ഇഷ്ടപ്പെടണില്ല. ടേസ്റ്റ് തന്നെ ഭയങ്കര ഡിഫറെൻറ്റ്, എനിക്ക് പറ്റണില്ല. ഞാൻ നിർത്തണേ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കാം. എൻ്റെ ടേസ്റ്റിന് പറ്റിയൊരു സെറ്റപ്പ് അല്ലായിരുന്നു, അനുവയ്ക്കും പറ്റുന്നൊരു സാധനമല്ലായിരുന്നു. അതൊക്കെ ഒട്ടും പറ്റിയില്ല കേട്ടോ. ഞങ്ങളിങ്ങനെ ഫുഡ് വേസ്റ്റ് ചെയ്യണം നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവില്ലല്ലോ. തീരെ കഴിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ മാത്രമേ ഞാൻ അങ്ങനെ ഫുഡ് കളയുള്ളൂ, അല്ലാതെ ഞാൻ ഒരിക്കലും ഫുഡ് കളയില്ല. ഇത് കഴിക്കാൻ പറ്റണല്ലോ, അതാണ്. നമ്മുടെ വീഡിയോ കാണാൻ ചങ്ക് സബ്സ്ക്രൈബേഴ്സാണ് കേട്ടോ, ചേച്ചിയും പിള്ളേരും എല്ലാവരും. അപ്പോൾ എന്തായാലും താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. കണ്ടതിൽ ഒരുപാട് സന്തോഷം. PVR അപ്പോൾ എവിടെയാണ് വരുന്നത്? PVR ഐനോക്സ് എക്സ്പീരിയൻസ് എഴുതിയിട്ടുണ്ട്. അവിടെ ഒന്ന് ചോദിച്ചു നോക്കട്ടെ എന്നാ വരണമെന്നുള്ളത്. PVR ഇപ്പോൾ ജനുവരിയിൽ ഓപ്പണിംഗ് ഉണ്ടാവുമെന്നാണ് പറയണത്. ഞാൻ എന്തായാലും PVRൻ്റെ മാനേജറിനെ ഒന്ന് വിളിച്ച് വെച്ചിട്ട് ഞാൻ കൺഫേം ചെയ്തിട്ട് പറയാം. അപ്പോൾ അനുഭവയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കടയുണ്ട്, ഷോപ്പ് സ്റ്റോപ്പ്. ട്രിവാൻഡ്രത്ത് അവൾ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് കയറണമെന്ന് പറഞ്ഞു അവർക്ക്. അവിടെ എന്തോ 50% സെയിലുണ്ട് അപ് ടു. കുഞ്ഞി പിള്ളേർക്ക് പറ്റിയ നല്ല രസമുള്ള കോഡ് സെറ്റ്, സോറി ഷർട്ടാണ് കേട്ടോ. ഫാൻസ് ഈ സൈഡിൽ ഫുള്ള് കിഡ്സിൻ്റെ ഉണ്ട്. അവിടെ ഇന്നവേഴ്സ്, ഇവിടെ പെറ്റി പരിപാടികളൊക്കെ. ഈ സൈഡ് മെൻ സെക്ഷൻ. ഈ എസ്കലേറ്റർ ഇറങ്ങി അടിയിൽ പോയി കഴിഞ്ഞാൽ ലേഡീസ്. ഫോൺ എടുത്തവൾ അകത്തേക്ക് വെക്കണ വേഗം ഒരു സ്ഥലം എവിടെയാണെന്ന് അറിയാമോ? തുണിക്കട. മുന്തിരട്ടെ ഞാൻ പോണേ കേട്ടോ. മാല ഇത് മറ്റേ മുറിച്ചത് ഇപ്പുറത്തെ ലേഡീസ് സെക്ഷൻ. കോട്ട് സെറ്റ്. ഇവിടെ ഫുള്ള് 50% ഓഫ് ഉണ്ടോ. പിന്നെ ബൈ വൺ ഗെറ്റ് വൺ. ഡെലിവേഴ്സ് ബൈ വൺ ഗെറ്റ് വൺ. ഇത് ഫുള്ള് ബൈ വൺ ഗെറ്റ് വൺ ആണ്. അതുകൂടാണ്ട് ഒരെണ്ണം എടുത്താൽ 2000 എന്തോ ആവുള്ളൂ. അങ്ങനെ കുറേ ഓഫേഴ്സ് ഉണ്ട്. ഇവിടെ നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ ഡ്രസ്സിൻ്റെ. ഇതെല്ലാം 3 ദിവസത്തേക്കുള്ളല്ലേ? ഇതല്ല ഭംഗിയുണ്ട്. ശരി, ഷോപ്പ് സ്റ്റോപ്പ് കൊള്ളാട്ടോ, നല്ല കടയാണ്. കുറേ ബ്രാൻഡ്സും ഉണ്ട്, എല്ലാത്തിനും 50% ഓഫുണ്ട്. ഡിവൈസിന് വരെ ബൈ വൺ ഗെറ്റ് വൺ ഉണ്ട്. തൊട്ടിപ്പുറത്ത് ലൈഫ് സ്റ്റൈൽ ഉണ്ട്, അവിടെ ഉണ്ട് കേട്ടോ ഫ്ലാറ്റ് 50% ഓഫ്. എനിക്കറിയില്ല, അതെ ഇവിടെ ലൈഫ് സ്റ്റൈലും 50% ഓഫ് പറയണ്ടായിരുന്നു. അപ്പം അങ്ങോട്ട് പോയി ആന്തം പോലെയാണ്. വേണ്ട, ഇങ്ങോട്ട് വരൂ. ഫ്ലാറ്റ് 70. ഇവിടെ എന്തോരം ഓഫറാണ്. ഫ്ലാറ്റ് 70 വീണ്ടും. ഇതേ കുറേ ഫ്ലാറ്റ് 70. ഇതേ വീണ്ടും ഫ്ലാറ്റ് 70. ഈ ടോപ്പൊക്കെ ഇതേ വെറും 250 രൂപ. തൊട്ടപ്പുറത്ത് ടൈഡൈ അത് ഇതൊക്കെ. പിന്നെ ഇതൊക്കെ എത്ര രൂപയെന്ന് അറിയില്ല. ഇത് 1300 എന്ന് പറയുമ്പോൾ 650 രൂപ. ഈ ചാക്ക് ബെൽറ്റും എന്താണ് ഈ സാധനത്തിനൊക്കെ എത്ര രൂപ?
ആ ഇത് 1700 രൂപ, അതായത് 850 രൂപ. ഇതും 50% ഓഫ്. വേമ്പ ഡെനിംസ്. ഇവിടെ ഉണ്ട് കേട്ടോ ലിവൈസ് ബൈ വൺ ഗെറ്റ് ഓൺലി. കാപ്പ, ഈ കപ്പ ടി വി ഓർമ്മ വരും അത് കാണുമ്പോൾ. ഇത് വീണ്ടും കുറേ ഫ്ലാറ്റ് 50%, ഇത് ഫ്ലാറ്റ് 70 വീണ്ടും ഫ്ലാറ്റ് 50% വീണ്ടും അത് വീണ്ടും ഫ്ലാറ്റ് 70%. ഇവിടെ ഏതെടുത്താലും 390. ഇന്ന് അറച്ച് കട ഫ്ലാറ്റ് 50 ഫ്ലാറ്റ് 70 ഉണ്ടാ. ഇവർ ചുമ്മാ എഴുതി വെച്ചേക്കണല്ലോ കേട്ടോ, എല്ലായിടത്തും കറക്റ്റായിട്ട് ഫ്ലാറ്റ് 50 ഫ്ലാറ്റ് 70 ഉണ്ട്. ഫ്ലാറ്റ് 50 30%, വീണ്ടും ഫ്ലാറ്റ് 70, ഫ്ലാറ്റ് 40. അതിൻ്റെ ആയി സൂപ്പർ ഡ്രസ്സ് അടിപൊളി. അത് ഫ്ലാറ്റ് 50 ആണല്ലോ, അത് പൊളിയാണല്ലോ. കറക്റ്റായിട്ട് എഴുതിച്ചിട്ടുണ്ടോ ബോയ്സ്, ഗേൾസ്, മെന്ന്, വുമൺ എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ഒരു സെപ്പറേറ്റ് സെക്ഷൻ തന്നെ അതുണ്ടാ. ഇവിടെ നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ. ഈ പിള്ളേരുടെയിലും ഉണ്ട് കേട്ടോ 50% ഓഫ്. അതുപോലെ ബൈ 2 get 1. ഇതാരും നോക്കിയേ, നാറുട്ടോ നമ്മുടെ പയ്യൻ. ആ സ്റ്റെപ്പ് കയറി മുകളിൽ പോയി കഴിഞ്ഞാൽ വീട് സാധനങ്ങളൊക്കെ കിട്ടുന്ന ഹോം സെൻ്റർ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആ സൈഡിൽ മറ്റേ സൺഗ്ലാസ് അതൊക്കെ ഇപ്പുറത്തേക്ക് പെർഫ്യൂം കേട്ടോ. ഇവിടെ കോസ്മെറ്റിക്സ്, ഇവിടെ വാച്ചും പരിപാടികളൊക്കെ. എൻ്റെ ഫേവററ്റ് ബ്രാൻഡാണത് ടൈമെക്സ്. സിറ്റിസനും ടൈമെക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അനുപയ്ക്ക് ഏറ്റവും ഇഷ്ടം ഫോസിലും ടൈമെക്സും ഉണ്ടാകും. പിന്നെ അത് മൈക്കിൾ കോഴ്സ് ഫോസിൻ്റെ ഓട്ടോമാറ്റിക് വാച്ചസ്. ഒരിടയ്ക്ക് ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ എല്ലാവരുടെയും കല്യാണം വന്നു കഴിഞ്ഞാൽ ഇതായിരുന്നു ഗിഫ്റ്റ്. കേട്ടോ, അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബ്രാൻഡാണത്. അനുപയുടെ വാച്ച് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. എൻ്റെ വാച്ച് ഓട്ടോമാറ്റിക് സീരീസിലായിരിക്കും. ഇതല്ല, അത് മറ്റേ ഒറിജിനൽ അല്ലാത്തത്. ഒറിജിനൽ എവിടെ ഇതുപോലെ ഇരിക്കും, പക്ഷെ ഓട്ടോമാറ്റിക്കാണ്. അകത്തോട് കാണാൻ പറ്റും. എങ്ങനെയാ ഇറങ്ങണത്? ഇതെന്ത് സാധനം? റിംഗ് വാച്ച്. അർമാണി എക്സ്ചേഞ്ച്. ഇവരുടെ ഒരു ഓട്ടോമാറ്റിക് വാച്ച് ഉണ്ട്. ഞാൻ കുറേ നാളായി ഫ്ലിപ്കാർട്ടിൽ നോക്കി വെച്ചേക്കണത്. എസിയുടെ പെർഫ്യൂമിനും ഓഫർ ഉണ്ട് കേട്ടോ, നിങ്ങൾ വന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. പ്രീമിയം പെർഫ്യൂംസ് എല്ലാം ഓഫറിൽ കിടപ്പുണ്ട്. ഞാൻ ആദ്യം ഉണ്ട് മെർസിഡീസ് ബെൻസിൻ്റെ പെർഫ്യൂം കാണുന്നത്. അതൊരു ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത് കേട്ടോ, ഇതുവരെ കണ്ടിട്ടില്ല. ജാഗ്വാറിൻ്റെ ഒക്കെ കണ്ടിട്ടുണ്ട്, ലംബോർഗിനിയുടെ ഒക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ മെർസിഡീസ് ബെൻസിൻ്റെ പെർഫ്യൂം ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ദിസ് എൻ്റെ ഓൾ ടൈം ഫേവററ്റ് പെർഫ്യൂം ആണ് ഡേവിഡ് ഓഫ് കൂൾ വാട്ടർ. അതുപോലെ ഡൺഹിൽ എന്ന് പറഞ്ഞൊരു പെർഫ്യൂം ഉണ്ട്, എനിക്ക് അതും ഇഷ്ടമാണ്. സ്വരോസ്കിയുടെ ഷോറൂം. പിന്നെ അതുപോലെ അതെ ഒരു ഊഞ്ഞാല് ഫോട്ടോ പോയിന്റ് വെച്ചിട്ടുണ്ട് കേട്ടോ, അണ്ടർ ആർമർ റോക്കിൻ്റെ സംഭവം. അനുപ തപ്പി നടക്കണ വേറൊരു സ്ഥലം മിനീസോ. ഇതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ മേടിച്ചു പോട്ടെ. ഡെക്കത്ലോണിൽ പോണ പോലെയാണ്, എന്തെങ്കിലുമൊക്കെ മേടിച്ചു പോകും. മിസ്റ്റ്. ഇവിടെ കുക്കി മാൻ എന്നൊരു കടയുണ്ട് കേട്ടോ. പിന്നെ അതെ നമ്മുടെ സ്വന്തം ലുലു ഡെയിലി. എനിക്ക് അവിടെ നിന്ന് കുറച്ച് സാധനം വാങ്ങാണ്ട്. ഞാൻ കിംച്ചി ഉണ്ടാക്കാൻ പോകണേ ഗൈസ്, അതിനുവേണ്ടി നാപ്പാക്കായ വെച്ച് മേടിക്കുന്നു ഇവിടെ നിന്ന്. അപ്പോൾ മിനീസോലെത്തി. അനുപ ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് കയറി എന്തെങ്കിലും മേടിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അത് ഞാൻ എടുത്താണ് 190 രൂപക്ക്
10 ഇത് 260, ഇത് 360, ഇതൊക്കെ 260 ആയിട്ടാ ഇതെല്ലാം. ഇത് 500. പെർഫ്യൂം to go inside your ഇവിടെ എന്ന് പറഞ്ഞാൽ അനുഭവം മേടിച്ചിട്ടുണ്ട്. നമ്മുടെ തൃപ്പൂണിത്തുറയുള്ള മിനിസാണ് നെക്ലസ് മോളിനകത്തുള്ള നല്ല രസമുള്ള ഗ്ലാസ്സാണ് അത്. നല്ലൊരു ലാസ്റ്റിങ് ചെയ്യേണ്ടത്. UV പ്രൊട്ടക്ഷനുള്ള മോഡൽ ഇതെങ്കിലും സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ 500 ബിലോ ആയിരിക്കും കേട്ടോ മിക്കത്. അനുവയുടെ ഒരു ഇഷ്ടപ്പെട്ട ഏരിയയാണിത്. പക്ഷെ നഖമില്ല ഗൈസ്. അപ്പോൾ ഞങ്ങളിവിടെ മൊത്തം കറങ്ങി. ഇനിയിപ്പോൾ ഇവളത് ബില്ല് പേ ചെയ്യും. അപ്പോൾ മിനീസൊന്നൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടാ ഒരു ചായ കുടിക്കാം. ആദ്യമായിട്ടാണ് കുറച്ച് അഫോർഡബിൾ ആയിട്ട് ഒരു ചായക്കട കാണുന്നത് നമ്മുടെ ഒരു മോളിനകത്ത്. ഇവര് ബുദ്ധിയുള്ളവരാ. ആ ശരിയാണ്. ഇതാകുമ്പോൾ ആൾക്കാർ മേടിച്ച് കുടിക്കുകയും ചെയ്യും. അത്യാവശ്യം തിരക്കി ഇവിടെ. ആ ഞങ്ങളൊരു കിറ്റ്കാറ്റ് ഷേക്ക്, ഒരു ലെമൺ ടീ, ഒരു പനീർ മസാല സാൻഡ്വിച്ചും പറഞ്ഞിട്ടാ. ഇതൊക്കെ ഓണങ്ങ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അങ്ങനെ ഉണ്ടാക്കി. ഇവരിവിടെ എല്ലാ സാധനവും നമ്മുടെ മുന്നിൽ വെച്ച് ഉണ്ടാക്കണം. നമുക്ക് മൊത്തം കാണാം. ഇതിനും ഒരു ഓപ്പൺ ആയിട്ടുള്ള കിച്ചൺ ഞാൻ വേറെ കണ്ടിട്ടില്ല. ഇവർ നമ്മുടെ സാൻഡ്വിച്ച് ഉണ്ടാക്കണം. മിൽക്കി മിസ്റ്റിൻ്റെ പനീറാണ് ഉപയോഗിക്കണം. ഇങ്ങനെയാണ് കോൺ ഉണ്ടാക്കുന്നത്. ഇവിടെ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. സാൻഡ്വിച്ച് അവിടെ ചേട്ടൻ തിക്ക് ഷേക്ക് ഉണ്ടാക്കുമ്പോൾ ബ്ലെൻഡർ. അപ്പം ഇവിടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടാണ്. ഷേക്ക് എൻ്റെ ലൈം ടീ. അപ്പം ഞങ്ങൾ ചായ കുടിച്ചിട്ട് ഇതിനകത്ത് കയറാൻ പോകണം. നമ്മൾ മേടിച്ച സാധനം മിനീസൊന്നും മേടിച്ച സാധനം അവിടെ കൊടുത്തിട്ടോ. നാപ്പ ക്യാബേജ് തപ്പി ഇറങ്ങുന്നതാണ് കിംച്ചി ഉണ്ടാക്കാൻ. ഇതാണ് അപ്പം ചൈനീസ് ക്യാബേജ് അഥവാ നാപ്പ ക്യാബേജ്. അപ്പോൾ ഈ സാധനം വെച്ചാണ് കിംച്ചി ഉണ്ടാക്കണത്. നല്ല ബ്രോക്കളിയും ഈ കിംച്ചി ഉണ്ടാക്കണ ഈ നാപ്പ ക്യാബേജൊക്കെ മേടിക്കാൻ ബെസ്റ്റ് ലുലു തന്നെയാണ് കേട്ടോ. കിംച്ചി ഉണ്ടാക്കാൻ വേണ്ടി വേണ്ട അടുത്ത സാധനം റാഡിഷാണ് കേട്ടോ. റാഡിഷ് എടുത്തത് വൈറ്റ് റാഡിഷാണ് വേണ്ടത്. വൈറ്റ് റാഡിഷ് ഇല്ല. റെഡ് എടുക്കുന്നു. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നമ്മുടെ ബീട്രൂട്ട് ഇടാം. അതുപോലെ കുറച്ച് ക്യാരറ്റ് ഇടാം. പിന്നെ ഫിഷ് സോസ് മേടിക്കാം. അത് നോക്കണം. ഈ രാമനാക്കുന്ന ടീമാരാന്ന് ഞാൻ കാണിച്ചു തരട്ടെ. ഇവളിത് ഈ അവിലേഷണം മേടിച്ചിട്ട് പോയിട്ട് അതിനകത്ത് ഇടാണ്. ഇതുപോലത്തെ ടീമാണ് ഇവിടെ ജാപ്പനീസ് ഫുഡ് കൊറിയൻ ഫുഡൊക്കെ മറ്റേ നാടൻ വൽക്കരിക്കപ്പെട്ട് നശിപ്പിക്കുന്നത്. ഒരു ബീട്രൂട്ട് വേണം. ഒരു ബീട്രൂട്ട് എടുക്കുമോ? ബീട്രൂട്ട് മേടിക്കണം. അത് മേടിച്ചിട്ടുണ്ട്. ക്യാരറ്റ് ഓൾറെഡി ഉണ്ട് വീട്ടിൽ. ഇനി വേണ്ടത് ഗോച്ചുഗാറ്, ഗോച്ചുജങ്, പിന്നെ ഫിഷ് സോസ്. ഗോച്ചുജങ് വേറെ ഒന്നുമല്ല. എന്താണ് നമ്മുടെ റെഡ് ചില്ലി പേസ്റ്റും പിന്നെ നമ്മുടെ വറ്റൽമുളകും. അവളെന്നെ പുച്ചിക്കണ്. ബ്ലഡി കൺട്രി. കൊറിയൻകാർ കൂർക്ക കഴിക്കില്ല. അതുകൊണ്ട് എനിക്ക് വേണ്ട. അതെ നീ ഉണ്ടാക്കുമ്പോൾ ഞാൻ കഴിക്കും. അത്രേ ഉള്ളൂ. സവാള എന്നൊക്കെ നോക്കിക്കേ, ഉള്ളിയൊക്കെ നോക്കി. ഓ ഇവിടുത്തെ കപ്പ വരെ നോക്കിക്കേ, എന്ത് രസം. സൂപ്പർ. ഇതും സ്വീറ്റ് പൊട്ടറ്റോ ഉണ്ടത്. മധുരക്കിഴങ്ങ്. പിന്നെ അത് കൂർക്ക നോക്കി. നല്ല ചക്ക പോലെ ഇരിക്കുന്ന കൂർക്ക. ഇവിടുത്തെ പൊട്ടറ്റോ നോക്കി. ഹായ്. ഇതാണ് ഇവിടെ നൈസ് ബുദ്ധിയാണ് കൂർക്ക എടുക്കാനുള്ള. ബെറി ഫെസ്റ്റ്. സ്ട്രോബെറി 69 രൂപ.
കിവി. ഈ മുന്തിരി നിങ്ങൾ ഉപ്പിലിട്ട് നോക്കട്ടാ, കൂടെ കുറച്ച് കാന്താരിയൊക്കെ ഇട്ടിട്ട്. എൻ്റെ മോനെ പൊളിയാണ്. ഗോ. നല്ല അടിപൊളി പേരക്ക, പോമഗ്രനേറ്റ്, ഡ്രാഗൺ ഫ്രൂട്ട്, ഒരു കുന്ന് ആപ്പിള്. ലെറ്റ്സ് ഗോ ടു സാലഡ് സെക്ഷൻ. ഇവിടെ അത്യാവശ്യം എല്ലാം ഉണ്ട് കേട്ടോ. എയർ ഫ്രയർ, സാലഡ് സെക്ഷൻ എൻ്റെ ഫേവറേറ്റ്. ആ ബെസ്റ്റ്. ഇവിടെ ചായ, സമോസ, എല്ലാ സാധനവും ഉണ്ടായിരുന്നല്ല. ആ ബെസ്റ്റ്. ഇവിടെ എല്ലാം ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് കഴിച്ചാൽ മതിയായിരുന്നല്ലേ. ചിക്കൻ, ലാമ്പ്, മീറ്റ്. മട്ടൺ ബോട്ടി ക്ലീൻ ചെയ്തേക്കണം. നോക്കിക്കേ എന്താ അടിപൊളിയായിട്ടാണെന്ന്. മസാല വെട്ടി വെച്ചേക്കണം. നോക്കിയാൽ സൂപ്പർ. ഫ്രഷ് ഡക്ക്, മട്ടൻ ബ്രെയിൻ അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തേക്കണം. നോക്കി എന്താ അടിപൊളിയായിട്ടാണ്. ഇതാണ് ഇവിടുത്തെ നിൽക്കുന്ന ചേർന്നട്ടാ. കായ് പോലെ പോയാ. ഓസ്ട്രേലിയൻ ഇമ്പോർട്ടഡ് ലാമ്പ്, കളി വേറെ. അതെ, നമ്മുടെ പോത്തിറച്ചിക്കും ഇതിനൊക്കെ ഇന്നും ഓഫർ ഉണ്ട് കേട്ടോ. നല്ല ഓഫറാണ് കേട്ടോ. ഇത് ക്ലീൻ ചെയ്തേക്കണം. നോക്കി ബോട്ട് ക്ലീൻ ചെയ്തേക്കണം. എന്താ അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തേക്കണം. അതുപോലെ ബ്രെയിൻ ഇതൊക്കെ റെയറായിട്ട് കിട്ടുന്ന മീമി, സ്പാബ് ഉൾപ്പെടെ ഉണ്ട് എല്ലാം. സാൽമൺ. ഈ സാൽമണിൻ്റെ മീറ്റ് നോക്കി എന്ത് ക്ലീനാണെന്ന്. ഉണക്ക ഐറ്റംസ് നമ്മുടെ യൂഷ്വൽ ലുലുവിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും. പത്തിരി, കുബൂസ്, ഗ്രിൽഡ് ചിക്കൻ, മറ്റേ മറിച്ച് ഷവർമ, ബിരിയാണി. ഇതാണ് സാലഡ് സെക്ഷൻ കേട്ടോ. ഇത് മറ്റേ മിക്സി റോൺ സാലഡ്, കപ്പ, മീൻകറി, അതും ഇതൊക്കെ അവിടെ ഉണ്ട്. ജ്യൂസ് സെക്ഷൻ അത് തീർന്നിട്ടാ. അതാണ് മിക്സർ ആൻഡ് ഫ്രൂട്ട്സ്. ഈ കംപ്ലീറ്റ് സെക്ഷൻ ആ അറ്റം തൊട്ട് ഏറ്റവും വരെ ഫുള്ള് ചീസാണ് കേട്ടോ. ഇവിടെ ഇൻഹൗസ് ഹാം, സോസേജ് സംഭവങ്ങളൊക്കെ. ഇത് ബഫലോ ബേക്കൺ ആണ് ഈ കാണുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. നിങ്ങൾ പൊതുവെ പോർക്ക് ബേക്കൺ കണ്ടിട്ടുണ്ടാവും. ഇതാണ് ബഫലോ ബേക്കൺ. ഇത് ചിക്കൻ ഹാം, ഇത് സോസേജ്. ഇവിടെ ബീഹൈവിന് മറ്റേ കേക്ക് മറ്റേ മറിച്ച് വെക്കാം. ബീഹൈവ് അല്ല, സോറി, ഐ മീൻ ഞാൻ ഉദ്ദേശിച്ചത് മറ്റേ ഹണി കേക്ക്. ആ സാധനം 2 ബ്രാൻഡ് ഉണ്ട്, ഹൈവും ഉണ്ട് ബീഹൈവും ഉണ്ട്. പൈ. ഇവിടെയൊക്കെ ബേക്കറി. അവിടെ മൊത്തം സാലഡ്. ലുലുവിടെ സ്വന്തം ഒലിവ് ഓയിൽ. അത് നന്നായിട്ടാ, ആൾക്കാർക്ക് മേടിക്കാൻ പറ്റുമോ അപ്പം. ഇത് 124 രൂപയും അത് 240 രൂപയുള്ളൂ. ചീസ്. നിങ്ങൾ പൊതുവെ ഗ്രീനും ബ്ലാക്ക് ഒലിവും കണ്ടിട്ടുണ്ടോ? അതുകൂടാതെ ഇത് കണ്ടോ, ഇതാണ് റെഡ് ഒലിവ് കേട്ടോ. ഇത് ഗ്രീക്ക് ഒലിവ്സ് എന്നും കൂടെ പറയും. കലമാറ്റ എന്നുള്ള പേര് ഞാനിപ്പോഴാണ് കേൾക്കണത്. ഗ്രീക്ക് ഒലിവ്സ് എന്നും കൂടെ പറഞ്ഞു കേൾക്കും. അച്ചാറെല്ലാം ഇവിടെയുണ്ട്. പ്രത്യേകിച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പലതരം മയണൈസ് സംഭവങ്ങൾ, സ്പ്രെഡ്, ചോക്ലേറ്റ് സ്പ്രെഡ്, ഫ്രൂട്ട് സ്പ്രെഡ്, അതൊക്കെയാണ്. ജാമ്. വീണ്ടും കൂടെ വന്നു കഴിഞ്ഞാൽ മസാല ഒലിവ്സ്. അതിനിവിടെ ഫേവററ്റ് സാധനങ്ങളൊന്നാണിത്. എപ്പോൾ വരുമ്പോഴും അവൾ കണ്ടു കഴിഞ്ഞാൽ മേടിക്കും കേട്ടോ. അതെന്താണെന്നറിയാമോ? വേറൊന്നുമല്ല, ഉണക്ക ചെമ്മീനാണ്. നല്ല എരിവാണിത്. മാങ്ങ ഉപ്പിലിട്ടാണോ മേടിച്ചത്? തോന്നി ഇതായിരിക്കും അവൾ മേടിച്ചിട്ടുണ്ട്. ഇതല്ലേ മേടിച്ചേക്കണേ? നീ എനിക്കറിയാം, എനിക്ക് തോന്നി അത് തന്നെയായിരിക്കും മേടിച്ചേക്കണേന്ന്. ഞാൻ എന്താ മേടിക്കാൻ പോണെന്ന് അറിയാമോ? 300 എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഫ്രഷ് ഗ്രീക്ക് സാലഡ് വെറും 25 രൂപയുള്ളൂ. ഞാൻ നമ്മൾ റെഡ് ഒലിവ്സ് മേടിച്ചിട്ടാണ്. ഡ്രീം കേക്ക്. ഈ ചെറിയ കേക്ക് കേട്ടാ സൂപ്പർ. പിന്നെ നമ്മുടെ മെയിൻ ബേക്കറി ഐറ്റംസ്, അതിനകത്ത് പ്രിയാസ റോളാണ് എൻ്റെ ഫേവററ്റ്. ഞാനൊരു ഹ്യൂജ് ഫാനാണ് ലുലുയുടെ ബേക്കറി ഐറ്റംസിൻ്റെ. റെഡ് ഒലിവ്. പിന്നെ റെഡ് ഒലിവ് ഞാനിതുവരെ കഴിച്ചിട്ടില്ല. ലുലുയുടെ തന്നെ പൗഡറുകൾ നോക്കിക്ക്.
പിങ്ക് സോൾട്ട്, വ്യത്യസ്ത തരം വാട്ടർ ബോട്ടിൽ, ഡ്രിങ്ക്സിൻ്റെ സെക്ഷൻ, കിഡിലിന് നമ്മൾ എൻ്റെ ഫേവററ്റ് സാധനമാണത്. ഇത്രയും ഫേവററ്റ് ആയിട്ടുള്ളൊരു സാധനം പിന്നെ എനിക്കുള്ളത് ഷുഗർ കെയിൻ ജ്യൂസ്, നമ്മുടെ കരിമ്പും ജ്യൂസും സംഭാരവും കരിക്കും വെള്ളം മാത്രമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം കേട്ടോ അത്, ജെർക്കിൻസ്. പൊല്യൂസ് ഞാൻ ഓൾറെഡി മേടിച്ചല്ല. ഇതാണ് ഹോട്ട് ആൻഡ് സ്വീറ്റ് റെലിഷ് എന്ന് പറയും. എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ നിയോ എന്ന് പറയുന്ന ബ്രാൻഡ് ഞാൻ എപ്പോഴും വാങ്ങണതാണ്. കിംച്ചി ഉണ്ടാക്കാൻ ഒരു സാധനം കൂടി വേണ്ടത് ഇതാണ് കേട്ടോ, ഫിഷ് സോസ്. പക്ഷേ അത് ഞങ്ങൾക്ക് മേടിക്കാൻ മടി. അതിട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ കരിയും. അതുകൊണ്ട് ഞാൻ അത് മേടിക്കാനുള്ള. പക്ഷേ ഈ റാമൻ ഇന്ത്യയിൽ എന്താ ഇത്ര വിലകളാണെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട്. അതെ, റാമൻ നൂഡിൽസിൻ്റെ വില നോക്കിയോട്ടെ. അതാണ് റാമൻ നൂഡിൽസ് എന്ന് പറയണത്. ഇതിൻ്റെ വില മിക്കവാറും 400 രൂപ മിനിമം ഉണ്ടാവും. 425 രൂപ. ആ അതെ 425 രൂപ. അത് ഈ ബ്ലൂ ഡ്രാഗൺ എന്ന് പറയുന്ന കമ്പനിയുടെ നല്ല വിലയുണ്ട്. ഈ ഏരിയയിൽ വരുമ്പോൾ നല്ല മണമാണ്. നല്ല രസമുള്ള ഏഷ്യൻ ഫുഡിൻ്റെ നല്ല അടിപൊളി മണമുണ്ട് ഇവിടെ വരുമ്പോൾ. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഇതാണ് റൈസ് നൂഡിൽസ് കേട്ടോ, ഗ്ലാസ് നൂഡിൽസ് എന്നും കൂടെ പറയും ഉണ്ടാക്കി കഴിയുമ്പോൾ. പക്ഷേ ഇവിടുത്തെ ഈ സാധനത്തിന് എല്ലാത്തിനും നല്ല ഓഫറുണ്ട് കേട്ടോ. എൻ്റെ ഫേവററ്റ് സംഭാരങ്ങളൊന്നാണ് കേട്ടോ മുരാളിയെ സംഭാരം എടുക്കാൻ പോണത് മോളിൽ നിന്ന്. മറ്റേ മുരളിയുടെ പാര് അതൊന്നല്ല. അതുപോലെ സാപ്പിൻസ് എന്ന് പറയുന്ന കമ്പനിയുടെ സംഭാരമുണ്ട്, എനിക്ക് അതും ഭയങ്കര ഇഷ്ടമാണ്. ഇതിനൊക്കെ ഓഫറുണ്ടല്ലോ. അത് കാണേണ്ടത് ചിക്കൻ ഫ്രൈസ്, ചിക്കൻ നഗറ്റ്സ്, ഡെലീഷ്യസിൻ്റെ ഉണ്ട്, മാസ്റ്റർ ഷെഫിൻ്റെ ഉണ്ട് കേട്ടോ. അതെ മീൻസ് എല്ലാത്തിനും ഉണ്ട്, എക്കത്തിനും ഓഫറുണ്ട്. എല്ലാത്തിനും ഉണ്ട് കേട്ടോ, കെവൻഡിയർ എല്ലാത്തിനും ഉണ്ട്. സെക്കാർഡ് അതും കിടപ്പുണ്ട് ഓഫറിന്. പണ്ടത് 99 കിട്ടുമായിരുന്നു, ഇപ്പോൾ 109 ആയി. അത് വേറെ ഒന്നും കൊണ്ടല്ല, അതിൻ്റെ MRP കൂടി അതുകൊണ്ടാണ് കേട്ടോ. ഓ പ്രോബയോട്ടിക് കാർഡ് വേറെ ഉണ്ട്, അതിന് വെറും 69 രൂപയുള്ളൂ. ആശു ഇതാണ് ലാഭം. ഇതേ പ്രോബയോട്ടിക് കാർഡ് വെറും 65 രൂപയുള്ളൂ, 69 രൂപയുള്ളൂ. ഇതേ സാപ്പിൻസ്, പക്ഷേ സാപ്പിൻസിൻ്റെ സംഭാരം കണ്ടില്ല കേട്ടോ. അവിടുത്തെ സാപ്പിൻസിൻ്റെ പനീറിന് 99 രൂപയുള്ളൂ. മിൽക്കി മിസ്റ്റിന് ഓഫറുണ്ട്. ലുലുവിൽ വന്ന സമയം പോണോ അറിയില്ല കേട്ടോ. ഞങ്ങൾ 3 മണിക്ക് അറിയാം, ഇപ്പോൾ 6 മണിയായി. പോവാം, 6 മണിയായി. ഇപ്പം 3 മണിക്ക് വന്നാൽ നമ്മൾ കഴിച്ച. ഇവിടുത്തെ കുമ്പയ കോമ്പൂച്ചയ്ക്ക് ഓഫറുണ്ട് കേട്ടോ. പക്ഷെ എൻ്റെ ഫേവററ്റ് സാധനം ഗേറ്ററൈഡാണ്. കോമ്പൂച്ച എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ എൻ്റെ ഫേവററ്റ് ഗേറ്ററൈഡാണ്. പോകാപ്പാ. ഇതാണ് ബില്ല് വന്നിട്ട്. ഗായ്സ് ഇവിടെ നമ്മുടെ ലുലുവിലെ പോലെ മറ്റേ ഉന്തി കൊണ്ടുപോകണ വണ്ടി കൊണ്ടുപോയിട്ട് പാർക്കിങ്ങിലോട്ട് പോകാൻ പറ്റൂലെന്ന്. അതാകെ പറ്റണ ഇവിടെ UG പാർക്ക് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. അത് വലിയൊരു പണിയാണ് കേട്ടോ. ഗായ്സ് പാർക്കിങ്ങിലോട്ട് 2 പോകണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ. ഇപ്പം ഞങ്ങൾ അടിയിൽ നിന്ന് UGന്ന് കയറിയ ലിഫ്റ്റിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിൽ വരിക. ഇവിടെ നിന്ന് നടന്ന് ഷോപ്പർ സ്റ്റോപ്പിൻ്റെ സൈഡിലൊരു ലിഫ്റ്റ് ഉണ്ട്. അവിടെ ചെന്ന് ചേട്ടന്മാരോട് P1 എന്ന് പറഞ്ഞാൽ അല്ല P2 എന്ന് പറഞ്ഞാൽ അവിടെ ആക്കിത്തരും. അങ്ങനെ വേണം പോകാനായിട്ട്. അല്ലാണ്ട് ഇതിൽ കയറിയാൽ നിങ്ങൾ പാർക്കിങ്ങിലോട്ടിൽ എത്തില്ല. അതാണ് അതിൻ്റെ രീതിയിൽ നിന്ന്. ഞാൻ വെറുതെ കഴിഞ്ഞോണം വന്നിട്ട് 1/2 മണിക്കൂർ അങ്ങോട്ട് കൊണ്ട് നടന്നു. ഞാൻ എന്നിട്ട് എങ്ങനെയാണ് പാർക്കിങ്ങിലോട്ടിലേക്ക് കഴിഞ്ഞോണം പോയെന്നറിയാമോ? ആ വട്ടം ചുട്ടില്ലേ അതിൽ കൂടെ നടന്നുകൊണ്ട്. ഞാനങ്ങനെ കഴിഞ്ഞ വർഷം കാർ കണ്ടുപിടിച്ചത്. അന്ന് പിന്നെ സ്റ്റാഫൊന്നും ലിഫ്റ്റിൽ ഉണ്ടായിരുന്നില്ല, അത്ര തിരക്കുമായിരുന്നല്ല. മറ്റേ ഇനോഗ്രേഷൻ ദിവസമായിരുന്നല്ലോ, അതുകൊണ്ട് എന്താണ് അവർക്ക് മാനേജ് ചെയ്യാൻ വെച്ചിട്ട് പാടായിരുന്നു. അതുകൊണ്ട് ഞാൻ പെട്ടുപോയില്ല. അന്ന് ഇതിനും കൂടുതൽ വെയിറ്റ് ഉണ്ട് എൻ്റെ കയ്യിൽ. ഞാനതും പിടിച്ച് ആ മറ്റേ എന്താണ് പമ്പരം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് 1/2 മണിക്കൂർ. അപ്പോൾ ഈ ഹോം സെൻറ്ററിന് അവിടെയായിട്ടൊരു ലിഫ്റ്റ് കാണാനുണ്ട്. ആ ലിഫ്റ്റിൽ ചെന്ന് കഴിഞ്ഞാൽ P1 P3യിലേക്കുള്ള ലിഫ്റ്റാണ് കേട്ടോ. നമുക്ക് പോകേണ്ടത് ആ സോഡിയാക്കിൻ്റെ സൈഡിൽ കൂടെ ഒരു ലിഫ്റ്റ് ഉണ്ട്. അവിടെ പോയാലേ P2 പാർക്കിംഗ് ലോട്ടിൽ ചെല്ലുള്ളൂ. ഇതിന് പകരം എല്ലാ ഫ്ലോറിലേക്കും ലിഫ്റ്റ് കൊടുത്താൽ പോരെ? ഇതിപ്പോൾ മനുഷ്യൻ അങ്ങോട്ട് നടന്ന ഒരു വിധവുമില്ല. കണ്ട PL1ഉം PL2യിലേക്കുള്ള ലിഫ്റ്റ് അങ്ങനെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത് കേട്ടാ. നിനക്കിപ്പോൾ മനസ്സിലായാ? ഇതിൻ്റെ മുകളിൽ നോക്കണം. ഇതിനകത്ത് 1ഉം 2ഉം കണ്ട അത് പാർക്കിങ്ങിലോട്ട് 1ഉം 2യിലേക്ക് പോകുന്ന കണ്ട. ഇതിനകത്ത് P1 P2 UG ബേസ്മെൻറ്റ്, വേറെ ഒന്നുമില്ല.
ഇതിവിടെ ഒരു ബോർഡ് ഉണ്ട് കേട്ടോ. ആ ബോർഡ് വായിച്ചിട്ട് നടക്കുക. MLCP എന്ന് പറഞ്ഞ ബോർഡ്. അപ്പോൾ ഈ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് അതാ ഉദ്ദേശിക്കണം MLCP. ഇതിനകത്ത് മറ്റേ ട്രഷർ ഹണ്ട് നടത്തിയുണ്ടല്ലോ, ആരും ജയിക്കൂല. അമ്മ ലെവൽ സാധനമാണ്. ഇവരുടെ പണ്ടത്തെ ബാംഗ്ലൂരിലുള്ള ഫോറമൊക്കെ എന്ത് സുഖമായിരുന്നു. വെറുതെ ലിഫ്റ്റ് കയറുക, മോളിപ്പൂ അടി വരിക ആയി. ഇത് മറ്റേ റിഡിലാണ്. അയ്യോ അത് മനസ്സിലായി. പക്ഷെ അതിൻ്റെ ഇടയിൽ ഈ ലിഫ്റ്റും PL P1 P2 പൊന്നിയിൻ സെൽവന്റെ കഥ പോലെയാണ് ഇപ്പം ഇരിക്കുന്നത്. ഇതാരാ? ഇത് വന്ധ്യൻ സെൽവൻ ആരാ? മറ്റേ സലാറിന്റെ ഒക്കെ കഥയില്ലേ? അപ്പൊ ഇയാളാരാ? അതുപോലെ എൻ്റെ അഭിപ്രായത്തിൽ ഇവിടുത്തെ ചേട്ടനും ചേച്ചിമാരോടും ചോദിച്ചിട്ട് നിങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ പോകട്ടെ. കാരണം വെറുതെ ലിഫ്റ്റ് കയറിയിട്ട് നിങ്ങൾ കൺഫ്യൂസിനായി അടിച്ച് ഒരു വിധവും. ഏറ്റവും ബെസ്റ്റ് ഇവിടുത്തെ സ്റ്റാഫ്, അവർ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഞങ്ങൾ ഫൈനലി എത്തി. അതുപോലെ ഈ സാധനം ഓർത്ത് വെക്കുക, ഒരു ഫോട്ടോ എടുത്ത് വെച്ചോ. ഭയങ്കര പണിയാണ് ഇവിടെ ഇത് ഓർത്തിരിക്കാനും കണ്ടുപിടിക്കാനൊക്കെ. കുറേ നേരത്തെ പമ്പരക്കളിക്ക് ശേഷം ഇവിടെ എത്തി. എൻ്റെ സജഷൻ ഞാൻ പറയാണ്, നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യണം നല്ല കേട്ടോ. അതുപോലെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളവരാണ് അവിടെ ഒരു ഡെഡിക്കേറ്റഡ് പാർക്കിംഗ് ലോട്ട് ഉണ്ട്. അവിടെ ഇട്ടാൽ മതി. മറ്റേ പമ്പരം കറങ്ങാൻ പോകണ്ട. അയ്യല്ല, അങ്ങനെ ഞാൻ മാത്രം കറങ്ങാൻ പോരില്ല. നീയൊക്കെ എന്നെ കളിയാക്കിയതല്ലേ എന്ന് ഞാൻ ഇട്ടോ പിന്നെന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ എന്തായി? ആ മോള് രാത്രി ലൈറ്റ് ഇട്ടേക്കണ നല്ല ഭംഗിയാട്ടോ, നല്ല ഡിസൈനാണ്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഫോറം മോളുടെ ഷോപ്പിംഗ് എക്സ്പീരിയൻസ്. വൈകാതെ തന്നെ PVR PXL ലക്സൊക്കെ ഓപ്പൺ ആവും. അപ്പം ഞാൻ എന്തായാലും വന്നൊരു വ്ളോഗ് ചെയ്യാം കേട്ടോ.